സ്ഥിരമായി കഴുത്തുവേദനയുള്ള ഒരാളാണോ നിങ്ങൾ? ഈ കഴുത്തുവേദനയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അലർജി റിലേറ്റഡ് ആയിട്ടുള്ള തുമ്മൽ, മൂക്കടപ്പ്, സൈനസ് ഇൻഫെക്ഷൻ എന്നിവ ഉണ്ടാവാറുണ്ടോ? ഈ അലർജിയും കഴുത്തുവേദനയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ വേദന എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അലർജി കൂടുതലുള്ള ആൾക്കാരിൽ എപ്പോഴും മൂക്കടപ്പും സൈനസിൻ്റെ ഇഷ്യൂവും കാണിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് മൂക്കിൽ നിന്ന് പുറത്തേക്ക് കഫം പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ സൈനസിൻ്റെ പ്രഷറും കാരണം നമ്മൾ പലപ്പോഴും തല കുറച്ച് കുമ്പിട്ടിട്ടാണ് ഇരിക്കാറ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോസ്റ്റർ പലപ്പോഴും നമ്മുടെ നെക്കിലെ മസിൽസിന് ഒരു സ്ട്രെയിൻ ഉണ്ടാക്കാം. പലപ്പോഴും അങ്ങനെയാണ് കഴുത്തുവേദന ഉണ്ടാവാറ്. വേദന ഉണ്ടാവാൻ അടുത്ത ഒരു കാരണം പോസ്റ്റ് നേസൽ ഡ്രിപ്പാണ്. നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന കഫം നമ്മുടെ ത്രോട്ടിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്നൊരു സൗണ്ടോടുകൂടി നമ്മളത് പുറത്തേക്ക് കളയാൻ നോക്കുകയും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മസിൽസിന് സ്ട്രെയിൻ വരാനും നമുക്ക് ചെറിയ രീതിയിൽ കഴുത്തുവേദന വരാനും സാധ്യതയുണ്ട്. ഇതിനൊപ്പം രാത്രിയിലെ മൗത്ത് ബ്രീത്തിങ് കൂടെ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സൺ ആക്കും. നമ്മൾ സാധാരണ ശ്വസിക്കേണ്ട മൂക്കിലൂടെ ശ്വസിക്കുന്നതിന് പകരം വായിലൂടെ ശ്വസിക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ പൊസിഷനിൽ ചെറിയ ചേഞ്ചസ് വരികയും ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിൻ വരാനും നെക്കിനൊരു സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായി നിൽക്കുന്ന സൈനസൈറ്റിസ് നമ്മുടെ സൈനസ് പ്രഷർ കൂട്ടുകയും ഫേസിൽ നിന്ന് കഴുത്തിലേക്ക് ആ ഒരു പെയിൻ റേഡിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന റേഡിയേഷണൽ ആയിട്ടുള്ള പെയിനാണ് ചില സമയത്ത് കഴുത്തിൽ അറിയുന്നത്. അതൊരിക്കലും നെക്കിൻ്റെ പെയിൻ അല്ല, ഇവിടുന്ന് വരുന്ന റേഡിയേഷണൽ പെയിൻ മാത്രമാണ്. ഈ മൂക്കടപ്പ് കാരണം സ്ഥിരമായിട്ട് നമുക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ നെക്കിന് വേണ്ട ഒരു റെസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു റിക്കവറി പീരീഡ് പലപ്പോഴും കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. അലർജി കാരണമുള്ള ഈ കഴുത്തുവേദന നമുക്ക് എങ്ങനെ മാറ്റാം? ഒന്നാമത്തെ കാര്യം, ഈ കഴുത്തുവേദന ഉണ്ടാക്കുന്ന റീസൺ എന്ന് പറയുന്ന അലർജീനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. ട്രിഗേഴ്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നെയ്സൽ റിൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴുത്തിൻ്റെ പോസ്റ്റർ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ കഴുത്ത് നമ്മൾ പലപ്പോഴും താഴ്ത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെയൊക്കെ വെയിറ്റ് വരുന്നത് ഈ കഴുത്ത് ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് പില്ലോ സപ്പോർട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക. തുമ്മുന്ന സമയത്തൊക്കെ നമ്മൾ വല്ലാണ്ട് സ്ട്രെയിൻ വരാതെ ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ നിങ്ങളുടെ അലർജിയുടെ പ്രോപ്പറായിട്ടുള്ള ചികിത്സയും എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ നെക്കിലെ മസിൽസിൻ്റെ സ്ട്രെയിൻ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാനും പെയിനും സ്റ്റിഫ്നെസ്സും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. നിങ്ങൾക്കും അലർജി കാരണം കഴുത്തുവേദന വരാറുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അലർജിയെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.